ലുലു മാൾ അടപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ദളിത് സംഘടനാ പ്രവർത്തകർ, ഹർത്താൽ അനുകൂലികൾ ഇവിടെ വന്ന പ്രതിഷേധം നടത്തിയത്. ഇവിടെ ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിന്റെ അധികാരികൾ, ഈ ലുലു മാളിന്റെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരോട് വന്ന് സംസാരിക്കുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. പോലീസ് ഇവരെ തടഞ്ഞിട്ടുണ്ട്, ഇതിനുള്ളിലേക്ക് കടഞ്ഞിട്ടില്ല. എന്തായാലും നിലവിൽ മറ്റ് കസ്റ്റമേഴ്സിനെ, ഇവിടെ സാധനം വാങ്ങാൻ വരുന്നവരെ കടത്തിവിടില്ല എന്നുള്ള നിലപാടാണ് അവരെ സംബന്ധിച്ച്, ഈ സമര സംഘടന പ്രവർത്തകരെ സംബന്ധിച്ച് ഉള്ളത്. നിലവിൽ എന്തായാലും ഈ മുൻഭാഗത്ത് നിന്ന്, ഇതിൻ്റെ തൊട്ട് മുന്നിൽ വരെ അവരെത്തിയിരുന്നു, അവിടെ നിന്ന് ഇവർ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പുറത്ത് നിന്നുകൊണ്ട് ആളുകളെ കയറ്റിവിടില്ല എന്ന നിലപാടാണ് അവർ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് അവരുണ്ട്, നമുക്ക് സംസാരിക്കാം. ചേട്ടാ, ഇനി എങ്ങനെയാ സമരം, എങ്ങനെയാ? ആളുകളെ കയറ്റില്ല എന്നുള്ളതാണോ നിങ്ങളുടെ? ഇവിടെ കച്ചവടം നടത്താൻ പറ്റത്തില്ല, അത്ര തന്നെ. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം കോട്ടയം ജില്ലയിൽ ഒന്നും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, അത് തന്നെ തീരുമാനം. എങ്ങനെയാ ചേട്ടാ? 6 മുതൽ 6 വരെയാണ് ഹർത്താൽ. അത് ലുലുവിന്റെ ഈ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ പുറത്തു നിന്ന് പ്രതിഷേധിക്കാനാണോ? എന്താണ് നമ്മൾ കസ്റ്റമറെ കയറ്റുന്നില്ല. അവർ പറഞ്ഞു അതിനകത്ത് കയറിയ ബുദ്ധിമുട്ടുണ്ട്. ശരി, ഓക്കെ, നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവണ്ട. കസ്റ്റമറെ കയറ്റുന്നില്ല, നമ്മൾ വാതിക്കാൻ നിൽക്കും. അഭിലാഷ്, അതാണ് കോട്ടയത്ത് നഗരത്തിൽ ഒന്നാകെ വിവിധ കടകൾ അടപ്പിച്ച ശേഷമാണ് അവർ ഇപ്പോൾ ലുലുവിലേക്ക് എത്തിയത്. ഇവിടെയും ഈ പ്രതിഷേധം തുടരും. അതായത് ഇതിന് പുറത്ത് നിന്നുകൊണ്ട് കസ്റ്റമേഴ്സ് വരുന്നവർ, ഇവിടേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നവരെ തടയും എന്നാണ് ഇവർ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ പ്രതിഷേധം തുടരുന്നു. ഇവർ എന്തായാലും തടയും എന്ന നിലപാടിലാണ് അവർ ഉള്ളത്. അഭിലാഷ്, യെസ്, കോട്ടയത്ത് ലുലു മാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടേക്ക് വരുന്ന ഉപഭോക്താക്കളെ അടക്കം തടയും എന്ന് തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു പ്രതിഷേധം ആണ് ഇത്. വളരെ നേരത്തെ തന്നെ ഇന്ന് ഹർത്താൽ ആയിരിക്കുമെന്ന് ദളിത് സംഘടനകൾ ആഹ്വാനം നൽകിയിരുന്നു. പക്ഷേ പ്രബലമായ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഈ ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഹർത്താൽ ബാധിക്കില്ല എന്ന് പൊതുവിൽ കണക്കാക്കപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമാത്രവുമല്ല, പലപ്പോഴും ഉയർന്നു വരുന്ന മറ്റൊരാക്ഷേപം എന്നത് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ, അതായത് മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുമ്പോൾ പോലും വലിയ ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെ തുറന്നിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് എന്നതാണ്. അപ്പോൾ പ്രതിഷേധക്കാർ എന്തായാലും ഇപ്പോൾ ഈ ലുലു മാളിലേക്ക് വരുന്ന ആളുകളെ തിരിച്ചുവിടുന്നുണ്ട് എന്നതാണ്. ചെറിയ തോതിലൊക്കെ വാക്കേറ്റത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ പ്രതിഷേധം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഹർത്താലിന് അനുഭവം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഉള്ളൂ എങ്കിൽ പോലും ആളുകൾ തടയുന്നുണ്ട്. ആ ഷോപ്പിംഗ് മാളിലേക്ക് വരുന്ന, ലുലുവിലേക്ക് വരുന്ന ആളുകളെ അടക്കം ഇപ്പോൾ തടയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെസ്, ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് നമ്മൾ പങ്കുവച്ചത്. എങ്കിൽ ഇപ്പോൾ വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, തലസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഓരോ ദിവസവും നിരവധിയായ ആളുകൾ പല ആവശ്യങ്ങൾക്കായി എത്താറുണ്ട്. അങ്ങനെ എത്തുന്ന ആളുകൾ ഒരുപക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ യുവജന സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും വലിയ തോതിൽ ഈ ഹർത്താലിനെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു പൊതുചിത്രം എന്താണ്? അവിടേക്ക് ആളുകൾ അധികമായി എത്തിയിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണോ ഇപ്പോൾ ഹർത്താൽ? അഭിലാഷ്, സമരക്കാർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ ഇപ്പോൾ സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. അതിപ്പോൾ ഈസ്റ്റ് ഫോർട്ട് വഴി സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 50ഓളം പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമാണ്. രാവിലെയൊക്കെ വാഹനങ്ങൾ തടഞ്ഞു, ഇപ്പോൾ വാഹന ഗതാഗതമൊക്കെ ഉണ്ട്. നമുക്ക് ഈ സമരത്തിന് എതിർവശത്തുകൂടി തന്നെ ബസ്സുകളൊക്കെ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ സർവീസ് നടത്തുന്നു. സ്വകാര്യ വാഹനങ്ങളും ഓടുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം രാവിലെ ഉണ്ടായിരുന്നു. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ പ്രതിഷേധം പോകാൻ കാര്യം? എന്താണ് ഇങ്ങനെ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്? പ്രതിഷേധം നാളെ ഇതുവരെ ശ്രീ നിതിൻ രാജ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ നമ്പർ 1 പോലീസ് എന്ന് പറയപ്പെടുന്ന കേരള പോലീസ് ഇതുവരെ പ്രതികളെ പിടിക്കുകയോ, തുമ്പറ്റത്ത് നടന്ന ഈ സംഭവത്തിൽ, സ്വന്തം മണ്ഡലത്തിൽ നടന്ന സംഭവത്തിൽ ഇതുവരെ ഒരു പ്രതികളെ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. അതിനെതിരെ അദ്ദേഹത്തെ പിടിക്കുന്നതിനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും ശക്തമായ
നിയമ നടപടി സ്വീകരിക്കുന്നതിനുമാണ് ഈ പ്രതിഷേധം. ഏതൊക്കെ സംഘടനകളാണ് ഈ സമരത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്? ഏകദേശം 55ഓളം വരുന്ന ദളിത് സമുദായത്തിലുള്ള സംഘടനകൾ ഇതിനകത്ത് സംഘടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിക്കാരും സംഘടിക്കും. LJP ലോക് ജനശക്തി പാർട്ടി, ശ്രീ അരുൺ വേലായുധൻ അധ്യക്ഷനായ ലോക് ജനശക്തി പാർട്ടി ഇതിനകത്ത് വളരെ ആഭിമുഖ്യം. KPMSന്റെ ഒക്കെ പിന്തുണ സമരത്തിനുണ്ടോ? ഉണ്ട്. KPMSലെ പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നയിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ KPM സംഘടനകളും ഞങ്ങൾ പിന്തുണയായിട്ടുണ്ട്. ശ്രീകുമാറിന്റെ കൂടെ നിൽക്കുന്നവർ മാത്രം ഇല്ലാതെ പുന്നല ശ്രീകുമാർ ഈ സമരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. ദളിത് നടത്തുന്ന ഈ ദളിത് സമരം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് പുന്നല ശ്രീകുമാർ എന്ന വ്യക്തി. സംഘടിത രൂപം എങ്ങനെയാവുന്നത്? പലയിടങ്ങളിൽ പല ജില്ലകളിൽ പ്രതീക്ഷിക്കാൻ അപ്പുറത്തേക്ക് സമരം ശക്തമാവുന്നുണ്ട്. ഹർത്താൽ അതെങ്ങനെയാണ്? കേരളത്തിലെ 14 ജില്ലകളിൽ ഈ സമരം ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സംഘടിത രൂപം ഉണ്ടായിരുന്നു, ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സംഘടിത രൂപമുണ്ട്. കാസർഗോഡ് വരെ ഈ സമരം നീണ്ടു നിൽക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം ഇന്ന് ഹർത്താൽ കഴിഞ്ഞാൽ പിന്നീട് ആവശ്യം എന്താ? ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അറസ്റ്റ് ചെയ്യുന്നവരെ സമരവും തന്നെ ഈ സമരം കൊണ്ടല്ല, നാടകമാണ് ഇതെല്ലാം. റാമിനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യാത്താണ്. സാധാരണ ഒരു പട്ടി സാധാരണ പട്ടികജാതിക്കാരനെ മോഷണത്തിന് കഴിഞ്ഞാൽ അവന്റെ വീടും അവന്റെ അച്ഛനെ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നാടാണിത്. ഇതാണ് അവരുടെ ആവശ്യം. റാമിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടക്കാത്തതിലുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ പലയിടത്തും ഈ ഭാഗത്ത് തന്നെ സമരക്കാർ കടകളൊക്കെ അടപ്പിക്കുന്നുണ്ട്. കടകൾ പലതും ഈ ഭാഗത്ത് അടഞ്ഞു കിടക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ബസ് സർവീസൊക്കെ പതിവ് പോലെ സാധാരണ പോലെ ആയിക്കഴിഞ്ഞു. രാവിലെയുള്ള പ്രതിഷേധ സമയം കഴിഞ്ഞു. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവർ കടകൾ അടപ്പിച്ചതാണ്. ഈ കടയൊക്കെ നേരെ തുറന്ന് പ്രവർത്തിച്ചു. ഈ ഭാഗത്തൊന്നും കടകൾ ഞാനുള്ളത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഓവർബ്രിഡ്ജിലേക്കുള്ള സെക്രട്ടറിയേക്കുള്ള വഴിയിലാണ്. അവിടെ കടകൾ ഏറിയ പങ്കും അടഞ്ഞു കിടക്കുകയാണ്. തുറന്നിരുന്ന ഈ ഒരു കടയൊക്കെ അല്പസമയം മുമ്പിൽ ഒരു ലോട്ടറി ഏജൻസിയാണ്. അതുമൊക്കെ ഈ സമരക്കാർ നമ്മളിവിടെ ലൈവ് ചെയ്യുന്നതിനിടയിൽ അടപ്പിച്ചതാണ്. അങ്ങനെ കടകൾ അടപ്പിച്ചും വാഹനങ്ങൾ രാവിലെയൊക്കെ തടഞ്ഞും ശക്തമായ രീതിയിൽ സമരം മുന്നോട്ട് പോവുകയാണ്. 52 സംഘടനകളാണ് സമരത്തിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയത്. അവരുടെ ആഹ്വാനപ്രകാരമാണ് ഇത്തരമൊരു ഹർത്താൽ ഉണ്ടായത്. സാധാരണഗതി ഇത്തരം ചെറിയ പാർട്ടികളുടെ ഹർത്താലൊന്നും ജനജീവിതത്തെ ആരും ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു ശക്തമായ സമരമായത് മാറുമെന്ന സൂചനകളും ഉണ്ടായില്ല. പക്ഷേ അതിന് വിപരീതമാണ്. ഇപ്പോൾ വലിയ പോലീസ് സന്നാഹവും ഒക്കെ ഇവിടെയുണ്ട്. കാരണം രാവിലെ മുതൽ ഈ കടകൾ അടപ്പിക്കുകയും ബസ്സുകൾ തടയുകയൊക്കെ ചെയ്തതുകൊണ്ട് പോലീസ് സന്നാഹവും ശക്തമാണ്. ഈ നേതാക്കൾ സമരം ചെയ്ത് അറസ്റ്റ് വരിക്കാനുള്ള നീക്കത്തിലാണ്. വലിയൊരു ജനക്കൂട്ടമൊന്നുമില്ല. പക്ഷേ പലയിടങ്ങളിലും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതീക്ഷിച്ച അപ്പുറത്തേക്ക് ഒരു സംഘടിത രൂപം ഈ സമരത്തിനുണ്ടായെന്ന വസ്തുതയാണ്. KPMSലും കഴിഞ്ഞ കുറേ നാളുകളെ 2 വിഭാഗങ്ങളുണ്ട്. ആ KPMS പുന്നല ശ്രീകുമാർ സമരത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ സമരക്കാർ ഉന്നയിച്ചത്. ഏതായാലും ഇവർ തന്നെ ഒരു ഐക്യരൂപത്തിലല്ല ഈ സമരം ഇവിടെ മുന്നോട്ട്. കുറേ ആളുകൾ ഇപ്പോഴും പുറകിൽ നിൽക്കുന്നു. അവർ കടകൾ അടപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുമ്പോൾ വളരെ ചുരുങ്ങിയ ആളുകൾ പല രാഷ്ട്രീയ ജനശക്തി പാർട്ടി അടക്കമുള്ളവ ഈ സമരത്തിന്റെ ഭാഗമാണ്. അത്തരം സംഘടനകളുമൊക്കെ ചേർന്നാണ് ഈ സമരം ഈ രീതിയിൽ കൊണ്ടുപോകുന്നത്. കടകൾ ഏറിയ പങ്ക് ഇവിടെയൊക്കെ സാധാരണ ഈ സമയത്ത് കടകൾ തുറക്കേണ്ട സമയമായി കഴിഞ്ഞിരുന്നു. പക്ഷേ പല കടകളും അടയ്ക്കാൻ നിർബന്ധിക്കുകയാണ് സമരക്കാർ. ഈ സെക്രട്ടറി പോലീസ് സന്നാഹത്തിന് വലിയ പോലീസ് സന്നാഹം ഉള്ളപ്പോഴും കടകൾ അടപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ്. ഏതായാലും പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് സമരം ശക്തമായി മാറിക്കഴിഞ്ഞു. ഗതാഗതം പൊതുവിൽ ഇപ്പോൾ ആ രീതിയിൽ ബാധിക്കുന്നില്ല. ബസ്സുകളെ അവർ തടയുന്നുമില്ല. ഒരുപക്ഷെ വലിയ പോലീസ് സന്നാഹം ഉള്ളതുകൊണ്ടാകാം. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ്, സ്വകാര്യ ബസ്സുകൾ പൊതുവിൽ കുറവാണെങ്കിലും സ്വകാര്യ ബസ്സുകളുടെ സർവീസുമുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരെയോ അല്ലെങ്കിൽ കാറുകളിൽ പോകുന്ന സ്വകാര്യ കാർ ഉടമകളെയോ ഒന്നും സമരക്കാർ ഇവിടെയൊന്നും ഇപ്പോൾ തടയുന്നില്ല. ഓട്ടോറിക്ഷ സർവീസുകളും സുഗമമായി നടക്കുന്നുണ്ട്. ഏതായാലും പ്രതീക്ഷയിലും അപ്പുറത്തേക്കുള്ള ഒരു ശക്തമായ ഒരു സമരമായി ഹർത്താലായത് ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ വിഷയത്തിൽ സമരം ശക്തമാക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് സമരക്കാർ നൽകുന്നത്. ഈ റാം ഉൾപ്പെടെയുള്ള ഈ കേസിലെ പ്രതിയുടെ അറസ്റ്റ് വൈകുന്നതാണ്. സർക്കാർ അറസ്റ്റ് നാടകമാണ് നടത്തുന്നത്. പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്ത് നടന്ന സംഭവമാണ്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ നടന്ന സംഭവമാണ്. എന്നിട്ടും എന്തുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ പ്രകടനം സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഈ ഓവർബ്രിഡ്ജ് ഭാഗത്ത് തന്നെ 2 ഇടങ്ങളിലായി സമരക്കാർ തമ്പടിച്ചിരിക്കുകയാണ്. കടകൾ അടപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വാഹനങ്ങൾ പക്ഷേ തടയുന്നില്ല. എങ്കിലും ഈ സമര കാരണം ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് വാഹനങ്ങളൊക്കെ ഇപ്പോൾ പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഒരു ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് സമരക്കാരുണ്ട്. അങ്ങനെ ചെറിയ ഗതാഗത തടസ്സമുണ്ട്. എന്താണ് അവിടെ എന്താ സംഭവിക്കുന്നത്? അവരെന്താ നമ്മുടെ കുറച്ച് പ്രവർത്തകർ ഈ കടകൾ അവിടെ കുറച്ച് തുറന്നു, അത് അടപ്പിക്കാൻ പോയിരുന്നു. അവിടെ വെയിറ്റ് ചെയ്ത് തകരാപ്പുറം ഭാഗത്തല്ലേ കടകളെ അടപ്പിച്ചുകൊണ്ട്
അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടച്ചുപെട്ട് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരുന്നതായിരിക്കും. അതാണ് ഈ ഒരു ആശയക്കുഴപ്പമുള്ളത്. കുറച്ച് പ്രവർത്തകർ തകരപ്പറമ്പ് ഭാഗത്ത് കടകൾ അടപ്പിക്കുകയാണ്. അവർ കൂടി വന്ന ശേഷം പ്രകടനം മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സമരക്കാരുടെ തീരുമാനം. വ്യാപാരി വ്യവസായികളൊക്കെ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് തന്നെ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഈ പട്ടണത്തിൽ ഏതെങ്കിലും ഒരു കട തുറന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ വ്യാപാരി വ്യവസായികൾ ഈ സമരത്തിനോട് യോജിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ ഇതിനകത്ത് ഏതാണ്ട് ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി, ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടിട്ട് അതിനോട് നീതി പുലർത്താൻ കഴിയാത്ത നിലയിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സമരങ്ങളാണെങ്കിൽ അവർ ആദ്യമേ കട അടച്ചിട്ടങ്ങ് പോകും. മറിച്ച് ദളിത് സംഘടനകളായതുകൊണ്ട് അവർ ബോധപൂർവം കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ നോക്കൂ, പട്ടണത്തിൽ ഏതെങ്കിലും ഒരു കട തുറന്നിട്ടുണ്ടോ നോക്കണം. അപ്പോൾ ഈ സമരത്തിനോട് വ്യാപാരികൾ പൊതുവെ അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ചിട്ടുള്ള ഈ സമരം കൃത്യമായി ഈ ഹർത്താൽ നേതൃത്വം കൊടുക്കുന്നത് 52 സംഘടനയുണ്ട്. പക്ഷെ ഒരു സംഘടനകൾ നേതൃത്വം എന്ന് പറയുന്നത് ശ്രീ സണ്ണി എം കവിക്കാട്, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ദളിത് വിഭാഗത്തിലെ അംബേദ്കറേറ്റാണ്. അതുപോലെ കേരള സംഭവ സഭയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. അതുപോലെ തന്നെ CSDS എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന സംഘടനയുടെ നേതാവ് ശ്രീ KK സുരേഷ്, ശ്രീ അംബുജാക്ഷൻ, KDPയുടെ സംസ്ഥാന അധ്യക്ഷൻ അംബുജാക്ഷൻ, അതുപോലെ ധന്യരാമൻ, ഗീതാനന്ദൻ, മൃദുല ദേവി, അങ്ങനെ തുടങ്ങി കേരളത്തിലെ ഏറ്റവും പ്രബലമായ സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ സമരം ഇന്ന് രാവിലെ ആരംഭിച്ച് വളരെ സമാധാനപരമായിട്ടാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബസ്സുകൾ തടയും, കട അടപ്പിക്കുക ചെയ്യുന്നുണ്ടല്ലോ. സമാധാനം എന്ന് പറയുമ്പോൾ ആളുകളെ ബാധിക്കുന്നു. അല്ല, ബസ്സുകൾ തടയുന്നു എന്ന് പറഞ്ഞാൽ ഭരണകൂടം ബോധപൂർവം ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലിനെയാണ് ഞങ്ങളും തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. സാധാരണ ജനങ്ങൾ, പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനങ്ങളും, സ്വകാര്യ വാഹനങ്ങളൊന്നും ഞങ്ങൾ തടയുന്നില്ല. മരണം, വിവാഹം, അങ്ങനെ തുടങ്ങിയ ഒരു അവശ്യ സർവീസിനെയും തടയുന്നില്ല. പക്ഷെ KSRTC ബോധപൂർവം ഗവൺമെന്റ് നടത്തുന്ന ഈ ഇടപെടൽ, ഈ സമരത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലിനോട് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. വളരെ കൃത്യമായ നിലപാടാണ് അഭിലാഷ്. സർക്കാർ സമരത്തെ പൊളിക്കുകയാണ്. വ്യാപാരി വ്യവസായി നേതാക്കൾ സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കടകൾ പലതും തുറന്നിട്ടില്ല. ഏറിയ പങ്കും ഈ ഭാഗത്ത് തന്നെ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി മുന്നോട്ട് പോകും. വിവിധ സംഘടനകൾ, സണ്ണി എം കവിക്കാട് ഉൾപ്പെടെയുള്ള ദളിത് ആക്ടിവിസ്റ്റുകളുടെയൊക്കെ നേതൃത്വത്തിലാണ് സമരമെന്ന നിലപാടാണ് ഇവർ ഇപ്പോൾ അറിയിക്കുന്നത്. ഏതായാലും സമരം പ്രതീക്ഷിച്ചതിലും ശക്തമാണ്. വിജയമെന്ന് അവർക്ക് അവകാശപ്പെടാം. പക്ഷേ നേരത്തെ രാവിലെ ഉള്ളതുപോലെയല്ല, ഗതാഗത സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ സുഗമമായി പോകുന്നുണ്ട്. ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ തടയില്ല അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഏതായാലും സമരം ഭാഗികമായെങ്കിലും ശക്തമായി തന്നെ തുടരുകയാണ്. സൂചിപ്പിക്കുന്ന പോലെ തിരുവനന്തപുരത്താണ് ഇപ്പോൾ പ്രതിഷേധക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും കടകൾ അടപ്പിക്കുകയാണ് പ്രതിഷേധക്കാർ. വാഹനങ്ങൾ ഉൾപ്പെടെ രാവിലെ തടഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ KSRTC സർവീസുകൾ നടത്തുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഈ സമരത്തെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സമരക്കാരുടെ ആക്ഷേപം. ദളിത് സംഘടനകളിൽ പ്രധാനപ്പെട്ട KPMS ഇതിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അത് പുന്നല ശ്രീകുമാർ ഉൾപ്പെടുന്ന ഒരു ചെറുവിഭാഗം മാത്രമാണ്. മറ്റ് KPMS പ്രവർത്തകരൊക്കെ ഈ സമരത്തിനൊപ്പമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും KPMSന്റെ കൊടികൾ നമുക്ക് ഈ സമരക്കാർക്കിടയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പുന്നല ശ്രീകുമാർ പറയുമ്പോഴും KPMSന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഇപ്പോൾ കടകൾ അടപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തിരുവനന്തപുരത്ത് പ്രതിഷേധ സമരം, പ്രതിഷേധ ജാഥയും ആരംഭിച്ചിട്ടുണ്ട്. സമരക്കാർ പല ഭാഗങ്ങളിലെയും കടകൾ അടപ്പിക്കാൻ പോയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിച്ച വിവരം. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധവുമായി എത്തുന്നത്. KV ബൈജുവുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, കണ്ണൂരിലായിരുന്നു സംഭവം. അത് കേരളത്തെ ഒന്നാകെ നാണക്കേടിലാക്കിയ സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴും വിദ്യാർത്ഥികൾ ജാതി വേർതിരിവ് അനുഭവപ്പെടുന്നു. അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ജാതി അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന സംഭവം, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഹർത്താൽ നടക്കുന്നത്. ഹർത്താൽ നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തതാണ്, 28-ാം തീയതി ഹർത്താൽ എന്നത്. പക്ഷേ സൂചിപ്പിക്കുന്നത് പോലെ വലിയ പിന്തുണ രാഷ്ട്രീയ പാർട്ടികളൊന്നും നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഹർത്താൽ വിജയിക്കുമോ ഇല്ലയോ എന്നതിലൊക്കെ ആളുകൾക്കിടയിലും രണ്ടഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ് പൊതുവിൽ മലബാറിൻ്റെ ഒരു ചിത്രം?
അഭിലാഷ്, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ഏതായാലും സമാധാനപരമായിരിക്കും ഇത്തരത്തിലുള്ള ഹർത്താൽ. ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ തടയില്ല, അതോടൊപ്പം കടകൾ അടപ്പിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം നേതാക്കൾ പറഞ്ഞത്. പക്ഷേ അതിന് വിപരീതമായി രാവിലെ നമ്മൾ കണ്ടത് കാൽടെക്സ് ജംഗ്ഷനിലായിരുന്നു. വലിയ പ്രതിഷേധം കാൽടെക്സ് ജംഗ്ഷനിൽ കാണാൻ സാധിച്ചു. വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. അതായത് ദളിത് സംഘടനകൾക്ക് പുറമെ ആക്ഷൻ കൗൺസിൽ, അതായത് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ കൂടി കണ്ണൂരിൽ സജീവമായി ഉണ്ട്. വലിയ പ്രതിഷേധത്തിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം അഭിലാഷ്, ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് മരണപ്പെടുന്നത്. പക്ഷേ 18 ദിവസമായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട, അതായത് ആ കോളേജിലെ മുഴുവൻ ഏകദേശം വിദ്യാർത്ഥികളും അതോടൊപ്പം കുടുംബവും ആരോപിച്ച ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ പോലീസിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി തള്ളുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ടും 18 ദിവസമായിട്ടും ഈ റാമിനെ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, റാമിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ ഇതിൽ വലിയൊരു പ്രതിഷേധമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ട്. ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് നിതിൻ രാജോട് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 4 അധ്യാപകർ വലിയ തോതിൽ കയർത്ത് സംസാരിക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ സംഭവത്തിൽ പ്രിൻസിപ്പാളിന് ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു, ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത്തരം നടപടികളിലേക്കൊന്നും പോലീസ് കടന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇവർക്ക് ഈ പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ കേസ് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം കൂടി ദളിത് സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കാരണം എന്താണെന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് 18 ദിവസമായിട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിൽ വലിയ പ്രതിഷേധമുണ്ട്. കണ്ണൂരിന് പുറമെ പയ്യന്നൂർ, പെരുമ്പിയിലാണ് വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായത്. കാസർഗോട്ടേക്ക് വന്നാൽ കാസർഗോഡ്, പാണത്തൂർ, കോളിച്ചാൽ, കള്ളാർ, പരപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. അതായത് മലയോര മേഖലകളിലാണ് ഈ ദളിത് സംഘടനകൾക്ക് വലിയ ശക്തി കേന്ദ്രങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ. പ്രത്യേകിച്ച് പാണത്തൂർ എന്ന് പറയുന്ന കർണാടക കേരള അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു. ഇവിടെ വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ തടയുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നിലവിൽ രാവിലെ 6 മണി 7 മണിയോട് കൂടി ഇത്തരത്തിൽ വാഹനങ്ങൾ തടയാൻ തുടങ്ങിയതാണ്. ഇതുവരെ വാഹനങ്ങൾ ഓടാനുള്ള സംവിധാനം ഈ മലയോര മേഖലകളിലില്ല. പക്ഷേ നഗരപ്രദേശങ്ങളിലേക്ക് വന്നാൽ സാധാരണ രീതിയിൽ തന്നെ എല്ലാ വാഹനങ്ങളും, അതായത് KSRTC ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട്, ഓട്ടോറിക്ഷ ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട്, മിക്ക വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഹർത്താൽ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പ്രചരണം ഉണ്ടായതുകൊണ്ട് ആളുകൾ നന്നെ ഈ ടൗണിലേക്കൊക്കെ എത്തുന്നത് കുറവാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെ വലിയ തിരക്കുണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ. ഇന്ന് ജനറൽ ആശുപത്രിയിലായാലും കാസർഗോഡ് ജില്ലാ ആശുപത്രി, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലായാലും വലിയ തോതിലുള്ള രോഗികൾ എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഹർത്താൽ ഉണ്ട് എന്ന് നേരത്തെ പ്രചരണം ഉണ്ടായതുകൊണ്ട് വാഹനങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതിക്കൊണ്ടായിരിക്കാം അത്തരത്തിൽ ആളുകളില്ലാത്തത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ ഓടാത്ത സാഹചര്യം നഗരപ്രദേശങ്ങളിലില്ല. ഇത് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ദളിത് സംഘടനകൾക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ മാത്രമാണ് വലിയ തോതിലുള്ള ഈ ഹർത്താലായി മാറിയത്. കാഞ്ഞങ്ങാട് ഒരു പ്രവർത്തകൻ ഇത്തരത്തിൽ ഒറ്റയാൾ പ്രതിഷേധവുമായി എത്തി വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളെ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടാവും. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധ സമരം ഈ കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ ഉണ്ടാകും. അതോടൊപ്പം പയ്യന്നൂരിലും പ്രതിഷേധമുണ്ടാകും. എന്തായാലും ഈ കുറ്റക്കാരനായ അല്ലെങ്കിൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ റാമിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഇവർ പറയുന്നത്. പോലീസിന്റെ ഭാഗത്ത് അത്തരം നടപടിയില്ല. വെറും ലോൺ ആപ്പിൽ മാത്രം ഒതുക്കി നിതിൻ രാജിന്റെ മരണം അത്തരത്തിൽ തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതിൽ ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ആരോപണം തന്നെയാണ് ഇപ്പോൾ ഇവരെല്ലാം ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ഈ ഹർത്താൽ സമാധാനപരമായിരിക്കും. ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഹർത്താൽ ആയിരിക്കില്ല എന്ന് ആക്ഷൻ കൗൺസിലും അതോടൊപ്പം ദളിത് സംഘടനകളും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായതാലും അല്പസമയത്തിനകം പോലീസ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി സാധാരണ നിലയിലേക്ക് മാറുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസ് വേണ്ട രീതിയിൽ ഒരു മുൻകരുതൽ ഇതിൽ എടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഈ കാൽടെക്സ് ജംഗ്ഷനിലൊക്കെ നമ്മളതാണ് കണ്ടത്. പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുമ്പോൾ ഒരു പോലീസ് പോലും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് പോലീസ് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇവരെ നീക്കുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിൽ വാഹനം തടയുന്നുണ്ട്. ഏതായാലും ആളുകൾ നന്നേ കുറവാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രധാനമായി സംഭവം നടന്നത് നിതിൻ രാജിന്റെ മരണം നടന്ന ഒരു സ്ഥലം ഇവിടെ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം കണ്ണൂർ ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ നഗര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ സമരം ഹർത്താൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. എന്തായാലും അല്പസമയത്തിനകം വലിയ പ്രതിഷേധ പ്രകടനം കാൽടെക്സ് ജംഗ്ഷനിൽ ഉണ്ടാകുമെന്നാണ് പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുള്ളത്. അഭിലാഷ്, യെസ്, എന്തായാലും സൂചിപ്പിക്കുന്ന പോലെ തന്നെ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ആയിരുന്നു ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ മരണപ്പെട്ടത്. ആ സംഭവത്തിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടി
പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടില്ല. അതിനിടയിലാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹർത്താൽ ആചരിക്കുകയും ചെയ്യുന്നത്. മലബാറിലെ പല പ്രദേശങ്ങളിലും ഹർത്താൽ അനുകൂലികൾ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ അടപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇനി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, തിരുവനന്തപുരത്തും കണ്ണൂരും കോട്ടയത്തുമൊക്കെ ഈ സമരാനുകൂലികൾ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ എന്താണ് സാഹചര്യം? അഭിലാഷ്, പത്തനംതിട്ടയിലും സമാനമായ രീതിയിൽ തന്നെയാണ് വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ബസ്സുകൾ, KSRTC ബസ്സുകൾ രാവിലെ കോൺവേ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ടയിൽ സർവീസ് നടത്തിയത്. അതായത് ദീർഘദൂര സർവീസുകൾ പലതും തടയുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ചിറ്റാറ്, പന്തളം, തിരുവല്ല, അതുപോലെ തന്നെ അടൂർ എന്നിവിടങ്ങളിലാണ് രാവിലെ ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞത്. അടൂരിൽ ഇപ്പോഴും ബസ്സുകൾ കൃത്യമായി തടയുകയും ആ യാത്രക്കാരെ ബസ്സിൽ നിറക്കി ഇടുകയും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് സമരാനുകൂലികൾ ഇപ്പോൾ അടൂരിൽ സജീവമായി നിൽക്കുന്നു. പോലീസ് ഇടപെട്ടാണ് പല ബസ്സുകളും കടത്തി പത്തനംതിട്ട നഗരത്തിലും സമാനമായ രീതിയിൽ ദീർഘദൂര സർവീസിൽ KSRTC ബസ്സിന് മുന്നിലും പ്രതിഷേധം സമരാനുകൂലികൾ എത്തി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പത്തനംതിട്ടയിലും സമരം ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളൊക്കെ, അതായത് കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ചില കടകൾ മാത്രമാണ് ചില സ്ഥലങ്ങളിൽ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുപോലെ ഓഫീസുകളിൽ, സർക്കാർ ഓഫീസുകളിലും ഹാജർ നില കുറവാണ്. പല ബാങ്കുകളും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളും സമരാനുകൂലികൾ രാവിലെ തന്നെ ജില്ലയിലെ പല സ്ഥലങ്ങളിലും, കോന്നി, പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സമരാനുകൂലികൾ വന്ന് കടകൾ അടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓഫീസുകളുടെ പ്രവർത്തനവും നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സമാനമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില സ്ഥലങ്ങളിൽ മാത്രം ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായെന്നുള്ള കൂടി റിപ്പോർട്ടുകൾ തിരുവല്ല അടക്കമുള്ള മേഖലകളിൽ ഈ രോഗികളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇക്കാര്യം പരിഹരിച്ചുകൊണ്ട് അവരെ കടത്തിവിടുകയൊക്കെ ചെയ്ത്. അടൂരാണ് ഏറ്റവും കൂടുതൽ ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടർന്ന്. ഒരു വാഹനങ്ങളും കടന്നുപോകാൻ അനുവദിക്കുന്നില്ല. അത് പോലീസ് ഇടപെട്ടാണ് പിന്നീട് KSRTC ബസ്സുകളൊക്കെ സർവീസ് നടത്താനുള്ള ഒരു അനുമതി കൂടി നൽകിയിട്ടുള്ളത്. ദീർഘദൂര യാത്രക്കാർ വന്ന് വലയുന്നൊരു സാഹചര്യം അടൂരുണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നെത്തിയ യാത്രക്കാരെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് അല്പം വാക്കേറ്റത്തിൽ കലാശിച്ചു. പിന്നെ അവരെ അവിടെ നിന്നും പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും സമരാനുകൂലികൾ ജില്ലയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുന്നു. പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ പ്രതിഷേധമുണ്ട്, പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. വാഹനങ്ങൾ, അതായത് കാറ്, ജീപ്പ് അതുപോലുള്ള ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. കടകൾ ചിലയിടങ്ങളിൽ മാത്രം, ചില സ്ഥലങ്ങളിൽ മാത്രം കടകൾ തുറന്നിരിക്കുന്ന സാഹചര്യം. മലയോര മേഖലകളിൽ സാധാരണ രീതിയിലാണ്. പക്ഷേ അവിടെയും കടകൾ തുറന്ന സ്ഥലങ്ങളിൽ പോയി ഈ ദളിത് സംഘടനയുടെ നേതാക്കന്മാർ, പ്രവർത്തകർ ആ കടകൾ അടപ്പിക്കാനുള്ള നടപടികൾ തുടരുന്നു. എന്തായാലും മലയോര മേഖല അടക്കം ഹർത്താൽ സമ്പൂർണ്ണം എന്ന നിലയ്ക്കിലേക്ക് ആവുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ജില്ലയിൽ നഗരപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ കടകൾ തുറന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആശുപത്രിയിലും ഈ രോഗികളുടെയൊക്കെ തിരക്ക് അല്പം കുറവാണ്. ഓഫീസിലും ഹാജർ നില കുറവാണ്. അത്തരത്തിൽ സമരം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന പുരോഗമിക്കുകയാണ്. അഭിലാഷേ. യെസ്, അതായത് പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. അതേസമയം തിരുവനന്തപുരത്ത് സമരാനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം തുടരുന്ന സാഹചര്യം കൂടിയാണുള്ളത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, 10 മണിയോടുകൂടി പ്രതിഷേധ പ്രകടനമായി തന്നെ മുന്നോട്ട് പോകും എന്നതായിരുന്നു സമരാനുകൂലികൾ അറിയിച്ചിരുന്നത്. പ്രതിഷേധ പ്രകടനം തുടരുകയാണ്. എന്താണ് വിവരങ്ങൾ? കടകൾ അടപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കോളേജ് ജംഗ്ഷനിലെ സമരക്കാർ എല്ലാ കടകളും അടപ്പിക്കുന്നു. പോത്തീസ് ഉൾപ്പെടെയുള്ള വലിയ വ്യാപാര സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കുന്നു. എടുത്തിരുന്നു. ഇപ്പോൾ പ്രതിഷേധം തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് തിരുവനന്തപുരത്ത്. സൂചിപ്പിക്കുന്ന പോലെ പ്രതിഷേധക്കാർ വാഹനങ്ങൾ ഇപ്പോൾ വ്യാപകമായി തടയുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിന് ഇരുഭാഗത്തുമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. പലരും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റ് ഓഫീസുകളിലേക്കുമൊക്കെ എത്തിയതാണ് ഈ വാഹനങ്ങളിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം പല വ്യാപാര സ്ഥാപനങ്ങളും ഷോപ്പുകളും സമരാനുകൂലികൾ അടപ്പിക്കുന്നുമുണ്ട്. ഈ പ്രതിഷേധത്തോടൊപ്പം തന്നെയാണ് സമരാനുകൂലികൾ ഇത്തരം സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധക്കാർ, സമരാനുകൂലികൾ ഇപ്പോൾ സ്ഥാപനങ്ങൾ അടപ്പിക്കുകയാണ്. ഇതാ തിരുവനന്തപുരത്ത് നിന്നുള്ള മറ്റൊരു ദൃശ്യമാണ്. സമരാനുകൂലികൾ ഈ സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.
പോലീസിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് കട ബലം പ്രയോഗിച്ച് ഷട്ടർ ഇട്ട് അടപ്പിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. തിരുവനന്തപുരത്തെ ഒരു ചായക്കട ബലം പ്രയോഗിച്ച് തന്നെ സമരാനുകൂലികൾ അടയ്ക്കുന്നു, അതിന്റെ ഷട്ടർ ഇടുന്നു എന്നതാണ്. അദ്ദേഹം KPMSന്റെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ളത് എന്നതാണ്. നേരത്തെ സമരാനുകൂലികൾ പറഞ്ഞത് നിർബന്ധിച്ച് സ്ഥാപനങ്ങൾ അടപ്പിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിഷേധമാണ് എങ്കിൽ ഇങ്ങനെ കട തുറക്കുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുമുണ്ട്. അരുൺ, എന്തായാലും ഈ ഷട്ടറൊക്കെ ഇടിപ്പിച്ച് അവർ ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പോലീസിന്റെ കൺമുന്നിൽ വെച്ചാണ് ഇത്തരം കടയൊക്കെ നിർബന്ധിച്ച് ഷട്ടർ ഇടിപ്പിക്കുന്നത് എന്നതും കൗതുകകരമാണ്. തീർച്ചയായിട്ടും ഇത് ഇവിടെ വീണ്ടും ആ കട നേരത്തെ നമ്മൾ ഷട്ടർ ഇട്ട ദൃശ്യങ്ങൾ കാണിച്ച കടയാണ്. അതിൻ്റെ അകത്ത് ആളുകളുണ്ട്. സമരക്കാർ വീണ്ടും ആ കടയ്ക്കുള്ളിലേക്ക് കയറുകയാണ്. വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇത് വ്യാപാരി വ്യവസായി നേതാവിന്റെ കടയാണ്, CPM അനുകൂല സംഘടനാ നേതാവിന്റെ കടയാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നത്. ഈ കടയ്ക്കുള്ളിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ നിരവധി ആളുകൾ, ഇതൊരു ഹോട്ടലാണ്, നിരവധി ആളുകൾ ഇവിടെ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കടയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധം നടക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം. പോലീസ് സന്നാഹമുണ്ട്, പക്ഷേ പോലീസ് ഇതിൽ ഇടപെടുന്നില്ല. പോലീസ് സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കടയ്ക്കുള്ളിൽ പ്രതിഷേധം തുടരുകയാണ്. നിരവധി ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് കട അടയ്ക്കുന്നില്ല എന്ന് ചെയ്യുമായിരുന്നു, ചെയ്യുന്ന ആളാണ് ഞങ്ങൾ. ഈ സമരങ്ങൾക്കെല്ലാം നിങ്ങളെക്കാൾ വലിയ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആളാണ് ഞാൻ, മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ആരെങ്കിലും പറയേണ്ടത് ഒരു നോട്ടീസ് അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഞാൻ സംസ്ഥാന ഭാരവാഹിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇത്രയും സാധനം ഉണ്ടാക്കിയിട്ടിട്ട് രാവിലെ കട അടക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കട അടക്കില്ല. എന്റെ കട അങ്ങനെ അടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. അല്ല, നിങ്ങളുടെ അടുത്തുള്ള വിരോധമൊന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന സമരത്തിനോട് ഞാനും 100% യോജിക്കുകയാണ്. ഒരു സംശയമില്ല. നിങ്ങളുടെ സമരത്തോടൊപ്പം തന്നെ ഞാൻ അറിയാമല്ലോ. സാറിന് എനിക്കറിയാം. സാറിനെ പോലുള്ള ആളുകൾ നമ്മളോട് സഹകരിക്കാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്നലെ ഞങ്ങൾ ഇവിടെ പ്രകടനം നടത്തി, എല്ലാം ഉണ്ട്. ശരി, എന്തായാലും ഭക്ഷണം കഴിക്കാനൊക്കെ വന്ന കുട്ടികൾ ഉൾപ്പെടെ അവിടെ നമുക്ക് 2 കുട്ടികളടക്കം എന്താണിത് എന്നറിയാതെ കൗതുകത്തോടെയൊക്കെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹകരിക്കേണ്ടവരല്ലേ? ന്യൂസിൽ മറ്റുള്ള എല്ലാത്തിനും ന്യൂസിൽ വന്നോണ്ട് അറിയിച്ചില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിനിധി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ കടയാണ് അടപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിന് നോട്ടീസ് പോലും നൽകാതെയാണ് സമരം ചെയ്യുന്നത് എന്നതാണ്. പക്ഷേ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ വന്നതാണ് എന്ന ചോദ്യം അവർ തിരിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കട അടപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ഷട്ടറൊക്കെ വലിച്ചു താഴ്ത്തിയിരുന്നു. പക്ഷെ പിന്നീട് സമരക്കാരിപ്പോൾ പിന്തിരിയുന്നുണ്ട്. ഈ നിലയിലടക്കം കടകൾ അടപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം പ്രതിഷേധ മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കാണ് ആ പ്രതിഷേധ മാർച്ച് തുടരുകയും ചെയ്യുന്നത്. അരുണാണ് തുടരുന്നത്. അരുൺ, എന്താണ് ഇപ്പോൾ സമരക്കാർ അവിടെ നിന്ന് പിന്തിരിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അവിടെ നിന്ന് സമരക്കാർ പിന്തിരിഞ്ഞു. അവിടെ കടയിലെ സാധനങ്ങളൊക്കെ മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതായത് വ്യാപാരി വ്യവസായി സമിതി നേതാവ് പാപ്പച്ചന്റെ കടയാണത്. അവിടെ ആ രീതിയിലുള്ള പ്രതിഷേധം നേരത്തെ അറിയിപ്പ് കൊടുത്തിട്ടും എന്തുകൊണ്ട് സമരം നടത്തിയെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ
ഈ രീതിയിൽ സമരം മുന്നോട്ട് പോവുകയാണ്. അതിശക്തമായ പ്രതിഷേധമാണ്. കടകളൊക്കെ അടപ്പിച്ച് എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും അടപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ കടകൾ അതൊരു ഓൺലൈൻ ഡെലിവറി അതാണ് പിസ്സയുടെ ഓൺലൈൻ ഡെലിവറിയാണ്. അതും നിർത്തിവെക്കാൻ സമരക്കാർ ആവശ്യപ്പെടുകയാണ്. ഇവിടെ പിസ്സ ഡെലിവറിക്കുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. തൊട്ടടുത്തൊരു വാൻ ഹ്യൂസന്റെ ഒരു ഷോറൂമും ഉണ്ട്. അതുമൊക്കെ അടയ്ക്കാൻ പകുതി അടച്ച നിലയിലാണ്. അതൊക്കെ അടയ്ക്കാൻ നിർദ്ദേശം നൽകുകയാണ് സമരക്കാർ. അങ്ങനെ അതിശക്തമായി സമീപകാലത്തും കാണാത്ത തരത്തിലൊരു പ്രതിഷേധം ഈ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. സാധാരണ ഈ ചെറിയ ഹർത്താലുകളിലൊക്കെ ഇത്തരത്തിൽ കടകളൊന്നും അടയ്ക്കുന്നത് പതിവല്ല. പക്ഷേ ഇവിടെ കടകൾ നിർബന്ധപൂർവ്വം അടപ്പിച്ച് തന്നെ സമരക്കാർ മുന്നോട്ട് പോകുന്നു. പോലീസ് സന്നാഹമുണ്ടെങ്കിലും പോലീസ് അതിൽ ഇടപെടുന്നില്ല. പോലീസ് സമരക്കാർക്കൊപ്പം മുന്നോട്ട് പോകുന്നത് മാത്രമാണ്. അവിടെ ആ ഒരു ഹോട്ടലിൽ വ്യാപാരി വ്യവസായി സമിതി നേതാവിന്റെ ഹോട്ടലിൽ വലിയ തർക്കമാണ് ഉണ്ടായത്. വലിയ സംഘർഷാത്മക സാഹചര്യമാണ് ഉണ്ടായത്. അവിടുത്തെ ജീവനക്കാർ സമരക്കാർക്ക് എതിരെ രംഗത്ത് വന്നു. അവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നേതാവും പിന്നീട് ഇടപെട്ടു. പക്ഷേ അവിടെ കൂടുതൽ സംഘർഷമുണ്ടാകാതെ സമരക്കാർ ഉണ്ടാക്കാതെ അവിടെ നിന്ന് പിന്തിരികയായിരുന്നു. ഏതായാലും കട ഇനിയും തുറന്നു പ്രവർത്തിച്ച ആഹാര സാധനങ്ങളാണ്. നേരത്തെ അറിഞ്ഞില്ല എന്നൊരു ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നേരത്തെ നോട്ടീസ് നൽകിയതാണ്, വാർത്താ സമ്മേളനങ്ങളുടെ അറിയിച്ചതാണ്. വ്യാപാരി വ്യവസായി സമിതിക്കും ഏകോപന സമിതിക്കുമൊക്കെ സമര നോട്ടീസ് നൽകിയത്. എന്നിട്ടും എന്തുകൊണ്ട് അതിന്റെ ചോദ്യമാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെ സമരമാണെങ്കിൽ ഇങ്ങനെ കട തുറക്കുമോ എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അതിശക്തമായ സമരം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. MG റോഡിൽ പുളിമൂട് ഭാഗത്തേക്ക് എത്തുന്നു സമരം. KSRTC ബസ് സ്റ്റാൻഡ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച സമരമാണ്. അവിടെ നിന്ന് ഈസ്റ്റ് ഫോർട്ട് പോയാണ് ഈ സമരം ഇപ്പോൾ ഈ പുളിമൂട് ഭാഗത്തേക്ക് എത്തുന്നത്. ഈ ഭാഗത്തെ കടകളും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ സമാനതകളില്ലാത്ത വലിയ പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സമരത്തിന് മാത്രം കാണുന്ന ഒരു ഹർത്താലിന് മാത്രം കാണുന്ന ഒരു കാഴ്ചകളിലേക്ക് ഇവിടെ മാറുകയാണ്. ഗതാഗത സംവിധാനത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നൊഴിച്ചാൽ കടകൾ ഏറെക്കുറെ അടഞ്ഞു കിടക്കുന്നു. തുറക്കുന്നവ സമരക്കാർ ബലം പ്രയോഗിച്ച് അടപ്പിക്കുന്നു. തകരപ്പറമ്പ് പോലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ സമരക്കാർ സംഘടിതമായി എത്തിയാണ് അടപ്പിച്ചത്. ഈ MG റോഡിന്റെ ഇരുവശങ്ങളിലും ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇരുവശങ്ങളിലും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണ്. അവിടെ ഒന്നൊഴിയാതെ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുന്നു. രണ്ട് ഭാഗത്തും ആ രീതിയിൽ കടകൾ അടപ്പിച്ചിരിക്കുന്ന ജ്വല്ലറികളും മറ്റ് ടെക്സ്റ്റൈലുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യാപാര സ്ഥാപനം കൂടി അടപ്പിക്കുകയാണ് സമരക്കാർ പറഞ്ഞ തുടർന്ന് അടയ്ക്കുകയാണ്. ഷട്ടർ ഇടാൻ സമരക്കാർ നിർദ്ദേശിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഷട്ടർ താഴ്ത്തുകയാണ്. കടകളിൽ എല്ലാ സ്ഥാപനങ്ങളും അടപ്പിച്ചു തന്നെയാണ് സമരക്കാർ മുന്നോട്ട് പോകുന്നത്. ജീവനക്കാരൊക്കെ പലരും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സമരം അത്ര ശക്തമാകുന്ന സൂചന ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ജീവനക്കാർ എത്തിയിരുന്നു. ആ കടകളൊക്കെ ഇപ്പോൾ സമരക്കാർ അടപ്പിക്കുകയാണ്. ഒരു കടയും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. തുറന്നു പ്രവർത്തിക്കുന്ന കടകൾക്ക് മുന്നിൽ സമരക്കാർ ഇരിക്കുകയാണ്. കട അടയ്ക്കാതെ പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. അതിശക്തമായ ഒരു ഹർത്താലായി മാറുകയാണ്. കടകൾക്ക് മുന്നിൽ സമരക്കാരുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വാച്ച് കടയാണെന്ന് തോന്നുന്നു, വാച്ച് ഷോറൂമാണെന്ന് തോന്നുന്നു. അവിടെ ടൈറ്റാൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അതൊക്കെ അടപ്പിക്കുകയാണ്. കടയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധിക്കുക, കട അടപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ്. നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയാണ്. കൊടികളുമായി ഈ പ്രവർത്തകർ കടകൾക്കുള്ളിലേക്ക് കയറുകയാണ്. അതിശക്തമായ പ്രതിഷേധം. കടകൾ അടയ്ക്കാതെ തിരിഞ്ഞു പോകില്ല എന്ന നിലപാട്. കടകൾ അടയ്ക്കാൻ തയ്യാറാകുമെന്ന്
വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്. തിരുവനന്തപുരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഏറെക്കുറെ ഏതാണ്ട് എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുന്നു. ഇത് നഗരഹൃദയത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. മറ്റു മേഖലകളിൽ ഇങ്ങനെ ആകണമെന്നില്ല. പ്രത്യേകിച്ച് ഈ പ്രതിഷേധം കടന്നു പോകുന്ന ഭാഗങ്ങളിലെ കടകൾ ആണ്. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു വാച്ച് കട, അവിടെ പ്രതിഷേധക്കാർ അകത്ത് കയറി ആ ഒരു സ്റ്റാഫിന് നേരെ കൊടിവെച്ച് കുത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ പോലീസ് ഇതിൽ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നതാണ്. പോലീസ് ഒപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്ത് കാര്യമായി തടയാനൊന്നും ശ്രമിക്കുന്നുമില്ല. അപ്പോൾ പോലീസ് ഏത് തരത്തിലാണ് ഇവർക്ക് സംരക്ഷണം നൽകുന്നത് എന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ആ കട ഇപ്പോൾ അടച്ചിരിക്കുന്നു. ആ കട അടയ്ക്കുന്നു എന്ന് കടക്കാരൻ പറഞ്ഞതാണ്. പക്ഷെ കട അടച്ച ശേഷമേ അവർ പിന്തിരിയുകയുള്ളൂ എന്ന നിലപാടിൽ ആയിരുന്നു. ഇപ്പോൾ ആ കടയും അടച്ചിട്ടുണ്ട്. അതേസമയം KSRTC ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നമുക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങൾ പൊതുവെ അടഞ്ഞു കിടക്കുന്നു. ബലം പ്രയോഗിച്ച് തന്നെയാണ് പല സ്ഥാപനങ്ങളും ഈ സമരാനുകൂലികൾ അടപ്പിക്കുന്നത് എന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഒരുപക്ഷെ സമരാനുകൂലികളുടെ എണ്ണം അല്പം വർദ്ധിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ വിവിധ മേഖലകളിലേക്ക് തിരിഞ്ഞ് കടകൾ അടപ്പിക്കാനും മറ്റും പോയവർ ഇപ്പോൾ ഒറ്റക്കെട്ടായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ വീണ്ടും ഇത്തരത്തിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന കടകൾക്ക് നേരെയൊക്കെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പ്രതിഷേധക്കാർ കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. VV അരുണാണ് അവിടെ നിന്ന് തുടരുന്നത്. അരുൺ, ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് കടന്നു പോകുന്നു. ഈ പ്രതിഷേധം കടന്നു പോകുന്ന വഴികളിലെ സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഇവർ അടപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് സമരത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സമരാനുകൂലികൾ വിവിധ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടപ്പിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ മുന്നേറുകയും ചെയ്യുന്നുണ്ട്. നഗരഹൃദയത്തിലെ കടകളാണ് പ്രധാനമായും അടപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉൾപ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഇതാകണമെന്നില്ല കാഴ്ച. എന്തായാലും ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെയാണ് ഇവർ കടകൾ അടപ്പിക്കുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേറെയും കാണാൻ സാധിക്കുന്നത് ഈ ഹോട്ടലുകൾ, ബേക്കറികൾ പോലെയുള്ള സ്ഥാപനങ്ങൾ ആണ് അധികമായും കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ഒരു മൊബൈൽ ഷോപ്പാണ് അടപ്പിച്ചത്. നേരത്തെ ഒരു വാച്ച് കട ഉൾപ്പെടെ അടപ്പിച്ചിരുന്നു. അതിനു മുമ്പ് ഒരു ഹോട്ടൽ അടപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അങ്ങനെ അടച്ചിടാൻ അയാൾ തയ്യാറായില്ല എന്നതാണ്. ഇപ്പോഴിതാ മറ്റൊരു കൂൾ ഡ്രിങ്ക്സ് ഷോപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ അടപ്പിച്ച് ആണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അരുൺ ചേരുന്നുണ്ട്. അരുൺ, നഗരഹൃദയത്തിലൂടെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. അവർ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഷോപ്പുകൾ അടപ്പിക്കുന്നുമുണ്ട്. അതുതന്നെയാണ്, പുളിമൂടാണ് ഇപ്പോൾ സമരക്കാരുള്ളത്. ചെറിയ കയ്യേറ്റത്തിലേക്ക് നോക്കാം. വാച്ച് കടയിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ സമരക്കാരെ ചോദ്യം ചെയ്തു. കട അടയ്ക്കുന്നതിന് അത്ര പെട്ടെന്ന് അടയ്ക്കാമില്ല, കമ്പ്യൂട്ടറൊക്കെ ക്ലോസ് ചെയ്യാൻ സമയം തരണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും കൊടിക്കമ്പ് കൊണ്ട് ഒരാളെ കുത്തുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഇപ്പോൾ ഒരു ജ്യൂസ് കടയാണ്, അവിടെയും ഈ രീതിയിലുള്ള പ്രതിഷേധമാണ്. കട എത്രയും വേഗം അടയ്ക്കാനുള്ള നിർദ്ദേശം സമരക്കാർ നൽകുകയാണ്. വൈകുന്നേരം അവരുടെ പ്രതിഷേധവും കൂടുകയാണ്. ഇത് പുളിമൂടാണ്. സെക്രട്ടേറിയറ്റിന് മീറ്ററുകൾ മാത്രം അകലെയുള്ള സ്ഥലമാണ്. സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെയും സമരക്കാർ ആ കടകളും, ഇത് ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. വളരെ പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി സമീപമുള്ള ഒരു കട. അവിടെ സ്ഥിരമായി ഇത്തരം ഒരു ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു കട, അവിടെയും അടയ്ക്കാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. തൊട്ടടുത്ത കടകളിലുമൊക്കെ ആ രീതിയിൽ നിർദ്ദേശിക്കുകയാണ് സമരക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അന്നപൂർണ എന്ന ഹോട്ടൽ വ്യാപാരി വ്യവസായി സമിതി നേതാവിന്റെ, CPI നേതാവിന്റെ കടയാണ്. അവിടെയും അതിശക്തമായ പ്രതിഷേധമുണ്ടായി. അതിനുശേഷമാണ് വാച്ച് കടയിലൊക്കെ കയറി നിർബന്ധപൂർവ്വം ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത് തന്നെ കട അടപ്പിച്ച് സമരക്കാർ മുന്നോട്ട് പോകുന്നത്. വളരെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്ന സമരമാണ്, കൃത്യമായി നോട്ടീസ് നൽകിയ സമരമാണ്. എന്നിട്ടും എന്തുകൊണ്ട് അതുമായി സഹകരിക്കുന്ന ചോദ്യമാണ് സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ പതിഞ്ഞ താഴ്ന്നു തുടങ്ങിയും സമരം കൂടുതൽ ശക്തമാവുകയാണ്. സ്വകാര്യ വാഹനങ്ങളോ KSRTC ബസ്സുകളോ ഒന്നും യാത്ര തടസ്സപ്പെടുന്നില്ല എന്നൊഴിച്ചാൽ കടകൾ MG റോഡിൽ വലിയ ഹർത്താലുകൾക്ക്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താലുകൾക്ക് മാത്രം കാണാറുള്ള ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ വ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നത്. അത്തരം ഒരു ശക്തമായ രീതിയിലേക്ക് ഈ സമരവും മാറുകയാണ്. ഇപ്പോഴും കടകൾക്കുള്ളിലേക്ക് സമരക്കാരുടെ പ്രതിഷേധം വ്യാപിക്കുകയാണ്. പലയിടത്തും ഒരു കടയും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്ന കടകളൊക്കെ അടപ്പിച്ച് തന്നെയാണ്
സമരം മുന്നോട്ട് പോകുന്നത്. അടയ്ക്കാൻ തയ്യാറാകാത്തവിടെ അവിടെ സ്ഥലങ്ങളിൽ ബലം പ്രയോഗിച്ചും കടകൾ അടപ്പിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സമരം സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന്റെ മുന്നിലേക്ക് സമര ഗേറ്റിന് മുന്നിലേക്ക് എത്തും. അവിടെ സമരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. ഏതാനും 52 സംഘടനകൾ, കൂടുതലും ദളിത് സംഘടനകൾ നേതൃത്വം നൽകിയ ഒരു ഹർത്താലാണ് ഇത്തരത്തിലൊരു അക്രമ രീതിയിലേക്ക് ചിലയിടങ്ങളിലുമൊക്കെ മാറുന്നത്. ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് സമരം ഇപ്പോൾ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെങ്കിലും ബാധിക്കുന്നു. ഇപ്പോൾ ആ കടകൾ വീണ്ടും അടപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ കടകളും ആ രീതിയിൽ അടപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തരത്തിലും സമരവുമായി സഹകരിക്കാത്തവർക്കെതിരെ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് സമരക്കാരുടെ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ സർക്കാർ സ്ഥാപനങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ കൺസ്യൂമർ ഫെഡിന്റെ റീജിയണൽ ഓഫീസാണ്. അത് തുറന്ന് പ്രവർത്തിക്കുകയാണ്, അടപ്പിക്കുകയാണ് സമരക്കാർ. വിദേശ മദ്യ വിൽപ്പനശാലയും ഒക്കെയുള്ള സ്ഥലമാണ് കൺസ്യൂമർ ഫെഡിന്റെ ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് സർക്കാർ സ്ഥാപനം അടപ്പിക്കുകയാണ്. ഈ കൺസ്യൂമർ ഫെഡിന്റെ ഗോഡൌൺ അടപ്പിക്കുകയാണ്, ഷോപ്പിംഗ് മാർക്കറ്റ് അടപ്പിക്കുകയാണ്. ഇവിടെ കൺസ്യൂമർ ഫെഡിന്റെ മദ്യവിൽപ്പനശാലയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അവിടേക്കും സമരക്കാരുടെ പ്രതിഷേധം തിരിയുകയാണ്. ഈ കൺസ്യൂമർ ഫെഡ് വിദേശ മദ്യവിൽപ്പനശാലയും അടപ്പിക്കാനാണെന്ന് സമരക്കാർ നിർദ്ദേശം. ആളുകൾ ഇതിനകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. രാവിലെ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. അത് അടപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ മദ്യഷോപ്പ് അടപ്പിക്കാനുള്ള ശ്രമമാണ്. പോലീസ് ഷട്ടറിടുന്നു. ആ മദ്യവിൽപ്പനശാല ഷട്ടറിടുന്നു. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടി പുറത്തിറക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സമരക്കാർ ഈ കൗണ്ടറിനുള്ളിലേക്ക് കടക്കുകയാണ്. വിദേശ പ്രതിഷേധമാണ്. ജീവനക്കാരെയും ആളുകളെ പുറത്തിറക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റാണിത്. സെക്രട്ടേറിയറ്റ് സമീപമുള്ള സെക്രട്ടേറിയറ്റിന്റെ ആസാദ് ഗേറ്റിന് എതിർവശത്തുള്ള സ്ഥാപനവും ഇപ്പോൾ അടപ്പിച്ചിരിക്കുന്നു. കൺസ്യൂമർ ഫെഡിന്റെ സ്ഥാപനവും ഇപ്പോൾ അടപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് നേരത്തെ തന്നെ സമരക്കാർ അടപ്പിച്ചു. മെഡിക്കൽ സ്റ്റോറിന് മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രം തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൊണ്ട് സമരം ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരക്കാർ എത്തുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമായി ഇത് മാറുകയാണ്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ പ്രത്യേകിച്ച് റാം എന്ന അധ്യാപകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചു കൂടിയാണ് സമരം. അറസ്റ്റ് ഉണ്ടാകുന്നതുവരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായാണ് 52 സംഘടനകൾ നേതൃത്വം നൽകിയ ഒരു ഹർത്താൽ പുരോഗമിക്കുന്നത്. അതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിശക്തമായ പ്രതിഷേധം. ഇപ്പോൾ SBIയുടെ ബാങ്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി ശാഖ ഇവിടെ ഈ സ്റ്റാച്യുവിലുണ്ട്. അവിടെ ജീവനക്കാരുണ്ട്. ആ ബാങ്ക് അടയ്ക്കണമെന്ന ആവശ്യവുമായി സമരക്കാർ മുന്നോട്ട് പോവുകയാണ്. ബാങ്ക് അടപ്പിക്കാനുള്ള ശ്രമമാണ്. ബാങ്കിനും ഷട്ടർ ഇടാനുള്ള നിർദ്ദേശമാണ്. സമരക്കാർ വന്നതിനെ തുടർന്ന് ബാങ്കിന്റെ പ്രധാന ഷട്ടർ ഇപ്പോൾ ജീവനക്കാർ ഇടുകയാണ്. ബാങ്കും തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സമരക്കാർ ഉള്ളത്. ബാങ്ക് ഇപ്പോൾ അടപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും അടപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം. ഒരു വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല. സമരവുമായി സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഈ ബാങ്കിനുള്ളിലേക്ക് സമരക്കാർ കടന്നു പോവുകയാണ്. ഷട്ടർ ഇട്ടെങ്കിലും അകത്ത് ജീവനക്കാരും മറ്റുമുണ്ട്. അതുകൊണ്ടാണ് സമരക്കാർ ഇപ്പോൾ ഈ ബാങ്കിന് ഉള്ളിലേക്ക് പോകുന്നത്. കൊടികളുമായി ബാങ്കിനുള്ളിലേക്ക് 2 സമരക്കാർ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. ഇത്തരത്തിലായിരുന്നു ഈ ഈസ്റ്റ് ഫോർട്ട് മുതൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത്. ഈ തരത്തിലുള്ള കാഴ്ചകളായിരുന്നു. സ്ഥാപനങ്ങൾ അടയ്ക്കാൻ തയ്യാറാകാത്ത സ്ഥാപനങ്ങൾക്കുള്ളിലേക്ക് കൊടിയുമായി എത്തി പ്രതിഷേധം. ബാങ്ക് അടയ്ക്കാനുള്ള നിർദ്ദേശവുമായി ആവശ്യവുമായി സമരക്കാർ ഇപ്പോൾ ഈ ബാങ്കിന് ഉള്ളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. SBIയുടെ സിറ്റി ബ്രാഞ്ചാണ്. അത് വലിയൊരു ബ്രാഞ്ചാണ് ഇവിടെ നേരത്തെ തന്നെ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് അടപ്പിക്കണമെന്ന ആവശ്യവുമായാണ് സമരക്കാർ ഇപ്പോൾ ഈ ബാങ്കിന് ഉള്ളിലേക്ക് പോകുന്നത്. ജീവനക്കാരും ഇവിടെ ഉണ്ട്. സമരക്കാർ ബാങ്ക് മാനേജറെ കാണാനുള്ള ശ്രമത്തിലാണ്. ഈ ബാങ്ക് അടയ്ക്കണമെന്നത് ആവശ്യമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ ബാങ്ക് പ്രവർത്തനം തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത് അടയ്ക്കാൻ എത്രത്തോളം എളുപ്പമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിരവധി ജീവനക്കാർ ഇതിനകം തന്നെ ബാങ്കിലെത്തി അവരുടെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഇടപാടുകാരുമൊക്കെ ബാങ്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മാനേജറുടെ റൂം വേണ്ടിയാണ് സമരക്കാർ നടക്കുന്നത്. പക്ഷേ മാനേജറെ കാണാൻ കഴിഞ്ഞിട്ടില്ല.
എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാവുകയാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ ആണ് ഇന്ന് സംസ്ഥാന വ്യാപകമായ ഹർത്താലിന് ആഹ്വാനം നൽകിയത്. ദളിത് സംഘടനകളുടെ കൂട്ടായ്മയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ആഹ്വാനം നൽകിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു എന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സെക്രട്ടേറിയറ്റിന് അടുത്ത് പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാരിൽ പലരും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ആണ് പല ഷോപ്പുകളും അടപ്പിക്കുന്നത്. പക്ഷേ ഇതേ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. KSRTC യഥേഷ്ടം സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തുറന്നുവെച്ച സ്ഥാപനങ്ങളെല്ലാം അടപ്പിക്കുന്നു. നേരത്തെ ഒരു ബാങ്ക് അടക്കം അടപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുകയും ചെയ്തത്. ഇപ്പോഴിതാ ബസ്സുകൾക്ക് നേരെയും ഈ പ്രതിഷേധക്കാർ പ്രതിഷേധമുയർത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ പൊതുവിൽ ഈ നഗരപ്രദേശത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയം ആണ്, അവിടെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. അതേസമയം KSRTC ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവറുമായി പ്രതിഷേധക്കാർ തട്ടിക്കയറുമ്പോൾ പോലും തൊട്ടുമുന്നിൽ ഇതായ ഒരു KSRTC ബസ് യാത്രക്കാരുമായി പോകുന്നതും നമുക്ക് കാണാം. സ്വകാര്യ വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. കാറും 2 വീലറും ഒക്കെ ഇതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമരക്കാർ ഒരു വിഭാഗം ആളുകളെയൊക്കെ തടയുമ്പോൾ പോലും മറ്റൊരു വിഭാഗം ഈ പറയുന്നത് പോലെ കൃത്യമായി തന്നെ അവരുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രതിഷേധ സമരം ഉണ്ട്. പല സംസ്ഥാനത്ത് പല ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ ഒക്കെ തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നഗര കേന്ദ്രീകൃതമാകുന്ന ഇടങ്ങളിലാണ് ഇത്തരം വ്യാപകമായ പ്രതിഷേധങ്ങളും നടക്കുന്നത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഈ പ്രതിഷേധം നേരത്തെ തന്നെ എത്തിയിരുന്നു. സമരക്കാർ പല ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് കടകളും മറ്റുമൊക്കെ അടപ്പിക്കുന്നു. അതേസമയം നേരത്തെ സമരക്കാർ ഒത്തുകൂടി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VV അരുൺ അവിടെ നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. അരുൺ, ഇത്തരത്തിൽ പ്രതിഷേധക്കാർ ഈ കടകളൊക്കെ അടപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴത്തെ ഒരു KSRTC ബസ്സിലെ ഡ്രൈവറോടും അരുണിത, ഏതാണ്ട് ഈ പ്രതിഷേധം അതിൻ്റെ ഒരു അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് തോന്നുന്നത്. നേരത്തെ ബാങ്ക് ജീവനക്കാരോടൊക്കെ അവർ വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അരുൺ? കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന നിതിന്റെ മരണത്തിലാണ് പ്രതിഷേധം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, എന്താണ് പശ്ചാത്തലം? അഭിലാഷ, സമരക്കാർ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റ് മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയും എല്ലാ കടകളും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ആ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ഡ്രൈവർമാരോട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെയാണ് സമരം നടത്തുന്നത്, ജോലി കളഞ്ഞാണ് ഞങ്ങളുമൊക്കെ വരുന്നത്, നിങ്ങൾ സഹകരിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അക്രമത്തിന് മുതിരാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സമരക്കാർക്ക് ബസ് ജീവനക്കാരോട് ശ്രമിച്ചത്. പക്ഷേ ഇവിടെ കടകൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. വ്യാപാര സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ട നിലപാട് തന്നെയാണ്. ബാങ്കുകൾ പോലും പ്രവർത്തിക്കുന്നത്. ബാങ്കിനുള്ളിൽ കയറിയിട്ട് ഇതിനുശേഷം ഞങ്ങൾ വീണ്ടും വരും, അപ്പോഴും
തുറന്നു പ്രവർത്തിച്ചാൽ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് സമരക്കാർ മുന്നോട്ട് പോയത്. ഇപ്പോൾ അവർ ഈ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിലേക്ക് സമരം എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 50-ൽ പരം പ്രവർത്തകർ മാത്രമാണ് ഉള്ളെങ്കിൽ പോലും അതിശക്തമായ ഒരു സമരമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ഒരു തരത്തിലും കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ സമരം സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ സമര ഗേറ്റിൽ നോർത്ത് ബ്ലോക്കിന്റെ സമര ഗേറ്റിന് മുന്നിലെത്തിയിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധമാണ് ഈ സമരത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. കടകളെല്ലാം അടപ്പിച്ചാണ് സമരക്കാരുടെ മുന്നോട്ട് പോക്ക്. ഇപ്പോൾ ഈ നോർത്ത് ഗേറ്റിന് മുന്നിൽ സമരക്കാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം ഈ സമരക്കാരുടെ പ്രകടനത്തിലുടനീളം ഹർത്താൽ അനുകൂലികൾ KSRTC സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഈസ്റ്റ് ഫോർട്ട് വഴി MG റോഡിലൂടെ സെക്രട്ടറി മുന്നിലേക്ക് വരുന്ന സമരത്തിലുടനീളം അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടപ്പിച്ചു. ബാങ്കുകളും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ അടപ്പിച്ചാണ് സമരം മുന്നോട്ട് വന്നത്. ചിലയിടങ്ങളിൽ കടകളിലെ ജീവനക്കാർക്കെതിരെ കയ്യേറ്റത്തിനും മുതിർന്നു. വ്യാപാരി വ്യവസായ സമിതി നേതാവ് പാപ്പച്ചന്റെ ഹോട്ടൽ അകത്ത് കയറി അടപ്പിച്ചു. അവിടെ നിന്ന് ഏറെ നേരം ജീവനക്കാരും ഈ സമരക്കാരുമായി വാക്കേറ്റമുണ്ടായി. ഒരു വാച്ച് കടയ്ക്കുള്ളിൽ ജീവനക്കാരന് കയ്യേറ്റ് കൊടി ഉപയോഗിച്ച് കുത്തുന്ന സ്ഥിതിയിലേക്ക് തർക്കങ്ങൾ മാറി. അങ്ങനെ അതിശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് സമരം ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിന് മുന്നിലെ സമര ഗേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രവർത്തകർ കൂടിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസിന്റെ വലിയ സന്നാഹവുമുണ്ട് സമരക്കാരെ നേരിടാൻ. ഏതായാലും പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ശക്തമായ ഒരു പ്രതിഷേധമായി നിതിൻ രാജിന്റെ കൊലപാതകങ്ങൾക്ക്, നിതിൻ രാജ് മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണം, റാമിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം സംസ്ഥാന വ്യാപകമായി ഭാഗികമായെങ്കിലും ഹർത്താൽ വിജയമായി മാറിയെന്ന് പറയാം. രാവിലെ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പക്ഷേ പൊതുഗതാഗതവും സ്വകാര്യ വാഹനങ്ങളുടെ യാത്രയൊക്കെ സുഗമമാണ്. ആ രീതിയിൽ വാഹനങ്ങൾ ഇപ്പോൾ തടയുന്നില്ല. പക്ഷേ തലസ്ഥാന ജില്ലയിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും ഈ ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്. MG റോഡിലെ എല്ലാ സ്ഥാപനങ്ങളും അടപ്പിക്കുന്നു. ഗ്രാമീണ മേഖലകളിലും അറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ വിദൂര മേഖലകളിലുമൊക്കെ ഇതാണ് സാഹചര്യം. കടകൾ പൂർണ്ണമായി അടപ്പിക്കുന്നു. രാവിലെയൊക്കെ വാഹനങ്ങൾ തടഞ്ഞു. പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നില്ല. ഗതാഗതം സുഗമമായി നടക്കുന്നു. സമരക്കാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയാണ്, ധർണ നടത്തുകയാണ്. അഭിലാഷ്.